മദീനയിൽ ചെന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ വെറുതെ വിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നുകൊണ്ട് സ്വഹാബത്തിനെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ഈ പറയുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോ, വെളിയിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ ശത്രുക്കൾ ഉണ്ടാകുമ്പോ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തച്ചു തകർക്കാൻ വേണ്ടി താർത്താരികൾ തക്കം പാത്തിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഈമാനോടെ പറയേണ്ട ഒരു ദിക്റുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വഹാബത്ത് പറഞ്ഞ ദിക്റാ. നൂറ്റാണ്ട് മുമ്പ് സ്വഹാബത്തിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവര് പറഞ്ഞ ദിക്റാ. സ്വഹാബത്തിന്റെ ചാരത്തേക്ക് ഇസ്ലാമിന്റെ ശത്രു സൈന്യം കടന്നു വന്നുകൊണ്ട് അവര് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, സാമ്രാജ്യ ശക്തികൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവരോട് പറയുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ സൂക്ഷിച്ചോ, നിങ്ങൾ എന്തിനു വേണ്ടിയാ കടന്നു വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി കടന്നു വന്നാൽ ജനങ്ങൾ മുഴുവനും നിങ്ങൾക്കെതിരെ ഒന്നടങ്കം അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തൗഹീദുമായി പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇനി എവിടേക്ക് കറങ്ങേണ്ട കാര്യമില്ല. തൗഹീദുമായി നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കരുതിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോ, ഓ സ്വഹാബത്ത് പറഞ്ഞ കാര്യമേതാ? വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എടോ, നിങ്ങൾ എന്താ പറയുന്നത്? ആരെല്ലാം കടന്നു വന്നാലും, ഏതെല്ലാം കിസ്റ വന്നാലും, ഏതെല്ലാം കൈസർമാര് കടന്നു വന്നാലും, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചവൻ അവിടെ നിന്ന് മതിയായവനാണടോ. ആരെല്ലാം വന്നാലും ഞങ്ങളുടെ ഈമാൻ അവിടെ നിന്ന് പതറൂല, നമ്മുടെ ഈമാൻ അവിടെ നിന്ന് പതറൂല. ഇതല്ലേ പ്രിയമുള്ളവരെ സത്യവിശ്വാസികൾ പറയേണ്ടത്? നിങ്ങൾ കണ്ടതല്ലേ ഫലസ്തീനിൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന മനുഷ്യന്മാര്, ആ ഫലസ്തീനിലെ ഓരോ പ്രിയപ്പെട്ട മക്കളും അവിടെ നിന്ന് അവര് പറയുന്ന കാര്യം എന്തെന്നറിയോ? ചെറുപ്പക്കാരാ,